ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു കേട്ടോ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ എഴുന്നേറ്റത്. നമ്മൾ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു ടെൻറ്റിൽ ഒരു മലയാളി ഫാമിലി ആയിരുന്നു കേട്ടോ. അവർ ദുബായിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരവിടെ ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ചായയൊക്കെ തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവിടുന്ന് കുറേ ശംഖും കക്കയൊക്കെ കിട്ടി കേട്ടോ. ഞാൻ അതെല്ലാം പെറുക്കി എടുത്തിട്ടുണ്ട് ഒരു കവറിലാക്കി. നമുക്ക് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ബോട്ടിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തത്. ഞങ്ങളപ്പോൾ രാവിലെ ഞങ്ങൾ നിന്ന് അവിടുന്ന് ഇന്നലെ നമ്മൾ കയറിയില്ല ലാറ്റസ്റ്റ് അവിടെ കയറി ഒരു കോഫിയും കുടിച്ചിട്ട് വരുന്ന വഴിയാട്ടോ. വരുന്ന വഴിക്ക് ഇവിടെയും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇതും നല്ല രസമുണ്ട്. അപ്പം നമ്മുടെ ഇത് കടലിനെ ഫേസ് ചെയ്ത് തന്നെ ഇതും. അപ്പം നമ്മളവിടെ നിർത്തി ജസ്റ്റ് അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ ടോപ്പിലൊരു ഇതുപോലെ ഉണ്ട്. നമ്മൾ അവിടെ മറ്റേ കോഫി ഷോപ്പ് എങ്ങനെയാണോ അതുപോലെ വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അതിന്റെ വിൻഡോ ഒന്നും അത്ര ക്ലീൻ അല്ല. എന്നത് സീ സൈഡിലോട്ടുള്ള വിൻഡോ വലിയ ക്ലീൻ അല്ല. അപ്പം എടുത്താലും വലുതായിട്ട് കിട്ടത്തില്ല. ഇവിടെ വലിയ തിരക്കില്ലാത്ത ഏരിയ. നമ്മുടെ മറ്റേ കഫേയിലാണെങ്കിൽ എപ്പോഴും ഫുൾ അതെ, ഞങ്ങൾ നോക്കി വെക്കുന്ന സീറ്റില് ഞങ്ങൾ 2 തവണ പോയപ്പോഴും ആളാണ്. പിന്നെ അവര് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി ഇരിക്കുവായിരുന്നു. ഇവിടെ പക്ഷെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ ഒന്നുമില്ല. 2 കടയുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും 2 കടയുണ്ട്. രണ്ടും അടച്ചേക്കുക. ഞങ്ങൾ വിചാരിച്ച ഇതും അടച്ചേക്കുക. അപ്പൊ മണ്ട കയറിയുന്ന വീഡിയോ എടുക്കാന്ന് കണ്ട് ഇങ്ങനെ വന്നാ. പക്ഷെ ചെറിയ തല ഇങ്ങനെ ഓടിക്കും. പിന്നെ ആ പുള്ളിയോട് ചോദിച്ചിട്ട് നമ്മള് മേളിലേക്ക് കയറുമായിരുന്നു. ഞാൻ ആ കഫറ്റീരിയയുടെ ആകം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ വന്ന റോഡായത്. റോഡ് ഇത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ഇതാ കഫറ്റീരിയയുടെ ആകം. ഫുള്ള് ഗ്ലാസ്സാ. ഇതാ സീ സൈഡ്. ഈ കഫറ്റീരിയയുടെ പുറത്തെ വശം നല്ല രസമാണ് കേട്ടോ. നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഞാനത് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇതാ ഞാൻ പറഞ്ഞ ഇവരുടെ പുറത്തു നിന്നുള്ള വ്യൂ. ഇതും നല്ല രസമാണ്. ഇത് ഞങ്ങളൊരു ടോപ്പ് വ്യൂവിൽ കയറിയതാ. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അറിയത്തില്ല. നമ്മളെന്തായാലും മാപ്പ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അവിടെ വരെ പോയി നോക്കാം. പോലെ ഈ നമ്മുടെ മാൽഡീവ്സിലെ സംഭവം പോലെ.
ലെഫ്റ്റാ കാണിക്കുന്നത്, ലെഫ്റ്റിലോട്ട് വഴിയില്ല. പിന്നെന്ത് ചെയ്യും? അയ്യോ നോക്കണേ, ചിലപ്പോ വഴി തീർന്ന് നമ്മളെ. ഇത് ക്ലോസ് വഴി, റോഡ് തീർന്ന സ്ഥലമാണ്. സീക്രട്ട് ബീച്ച് ഇല്ല, പക്ഷെ അതിപ്പോ അവര് പോകുന്നത് കാണിക്കുന്നുണ്ട്. ആളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ചോദിക്കായിരുന്നു, ഇതിപ്പോ ആളുമില്ല. ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട് കേട്ടോ, നമ്മൾ ആ വഴി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അതാന്ന് തോന്നുന്നു, കണ്ട ാണ് ഈ വഴി, ഈ റോഡ് കാണിക്കുന്നത്. ആ ഒരു ചെറിയ ബിൽഡിംഗ്, വീട് പോലത്തെ, അതിന്റെ ഫ്രണ്ടില് ചെവിയൊക്കെ അടഞ്ഞെന്റെ. വഴിയില്ല, വഴിയുണ്ടല്ലോ. ഇതിന്റെ സൈഡിലൂടെ എല്ലാം നടന്നു പോണായിരിക്കും. അയ്യോ വണ്ടി പോയി വഴി. ഇത്രേ പോകത്തുള്ളൂ, ഇനി പോകണ്ട. എന്നാ പോകണ്ട. പക്ഷെ ഈ വണ്ടിയായിട്ട് പോയിക്കാൻ നമുക്ക് തിരിച്ചെങ്ങനെ വരാൻ പറ്റും? വെയിലത്ത് എങ്ങനെ ഇറങ്ങും നമ്മള്? നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താണ് ഈ സീക്രട്ട് ബീച്ച് എന്നൊന്ന് നോക്കാം. അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷെ ഞങ്ങൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഒത്തിരി വഴിയുണ്ട്. അല്ല, ഒത്തിരി വഴിയല്ല, ഒരു വഴി തന്നെയാണ്. പക്ഷെ മണ്ണ് ഒട്ട വഴിയായിട്ട് ആറൊന്നും അല്ല. അപ്പം നമ്മൾ ഒരു വണ്ടിയല്ലേ ഉള്ളു. അപ്പം എന്തെങ്കിലും പറ്റിയാലും പിന്നെ ആളുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് വെക്കുക. കണ്ടോ ആ വഴി കണ്ടോ, അങ്ങ് എൻഡിലേക്ക് ആ ഒരു മൊബൈൽ ടവർ പോലത്തെ ടവറിൻ്റെ അടുത്തേക്ക് ഒരു വഴി, അവിടം വരെ നമ്മൾ പോകണം. പിന്നെ നിറച്ച് കല്ലും ഇതൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഒന്നാമത് വെയിലും, പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അത്രയും ദൂരം പോയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകണ്ടെന്ന് ഓർത്തു. ഇനിയിപ്പോൾ വേറെ സ്പോട്ട് നോക്കാം നമുക്ക്. നമ്മളങ്ങനെ തിരിച്ച് കയറി. ഇനിയിപ്പം രാവിലെ നമ്മളൊന്നും കഴിച്ചില്ല. മറ്റേ കഫേന്ന് അത് കോഫിയും എന്തുവായിരുന്നു നമ്മള് ഇന്നലെ ചായ കിട്ടിയ കട അടച്ചിരിക്കുവായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ മറ്റേ ഇന്നലത്തെ ആ കഫേയിൽ പോയി ഷെയ്ക്കും കോൾഡ് കോഫിയും കുടിച്ചായിരുന്നു. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഓറഞ്ച്, ആപ്പിള്, പ്ലം, അങ്ങനെ കുറേ ഫ്രൂട്ട്സും പിന്നെ ചെറിയ സ്നാക്സ്, നുറുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തൊലിയൊക്കെ പൊളിച്ച് അങ്ങനെ ഓറഞ്ച് കഴിക്കാൻ പോവാണ്.
ടു കസബ് എന്നൊക്കെ ബോർഡ്. അതിലെ നമ്മൾ തിരിച്ചു പോകുന്നത്. ഇങ്ങോട്ട് വന്നപ്പോ ഇത്രയും വ്യൂ ഇല്ലായിരുന്നു. അപ്പുറത്തെ സൈഡിൽ കൂടെ ആയിരുന്നു ഇവിടെ ബാരിക്കേഡ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും വ്യൂ ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല വ്യൂ ഉണ്ട്. കണ്ട അവിടെ എന്തോ പണിയുവാന്ന് തോന്നുന്നല്ലേ? ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കും. ചെവി അടഞ്ഞിട്ട് ചെറിയ പാർക്ക് പോലത്തെ അവിടെ ഉണ്ട് കേട്ടോ ആട്. അതെ, പാർക്കിലും ആടുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഓരോരുത്തർ നിർത്തി പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പാർക്കിലൊക്കെ. കഴിക്കുകയൊക്കെ ചെയ്യാം. സ്നാക്സോ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനൊക്കെ ശരിയാ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇറങ്ങിയ സ്ഥലമാണോ? ഇങ്ങോട്ട് വന്നപ്പോ അല്ലല്ലേ? അവിടെ വേണമെങ്കിൽ ഇറങ്ങാം കേട്ടോ നമുക്ക്. തണുപ്പുണ്ടെങ്കിലും ഭയങ്കര വെയിലാണ്. വൈകിട്ടേ ഉള്ളു ഇപ്പം സുഖമുള്ള കാലാവസ്ഥ. ഇപ്പം ടെമ്പറേച്ചർ കാണിക്കുന്ന 27°C ആണ്. ചൂടായി വരുന്നു. ഇപ്പം നമുക്കൊരു തണലും പാർക്കിംഗ് കൂടെ കിട്ടിയപ്പോൾ നമ്മൾ നിർത്തിയതാ കേട്ടോ. ഈ വോള് കണ്ടോ? ഇത് ഞാൻ നാട്ടിലും കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫുള്ള് കല്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ നെറ്റ് കറക്റ്റ് കാണാൻ പറ്റത്തില്ല. നെറ്റും അതിൻ്റെ അകത്ത് കല്ലും ഇട്ടേക്കുക. നല്ല രസമുണ്ട് ഇത്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചെയ്തേക്കും അങ്ങ് വരെ. നമ്മളിപ്പം ഒരു ബീച്ചിലിറങ്ങി. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന പാർക്കിൻ്റെയൊക്കെ ആ ഒരു അടുത്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഒത്തിരി പേര് ക്യാമ്പിങ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിവിടെ നിർത്തിയതാണ്. കണ്ടോ, അവരൊക്കെ അവരുടെ ടെൻ്റൊക്കെയാണത്. പിന്നെ ഇവിടെ കുറേ പേര്, പിന്നെ അവിടെയൊക്കെ ഒത്തിരി പേരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ക്യാരവാനൊക്കെയാണ്. മണ്ണിൽ കൂടെ നടക്കാൻ ഭയങ്കര പാടാട്ടോ, ഷൂ ഒക്കെ ഇട്ട്. ഇത് നമ്മളോട് വന്നവരല്ലേ സെയിം പജീറോ? ഏതാ? ശരിയാ, അവിടെ വെച്ച് നമ്മൾ ക്യാമ്പർ വേണ്ട, സെയിം ക്യാമ്പർ. അവർ നമ്മൾ ആ ബോർഡറിൻ്റെ അവിടെ ക്രോസ് ചെയ്യാൻ നേരത്ത് അവരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ. അപ്പോൾ അവരിങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ ഒത്തിരി ടെൻ്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഒത്തിരി ആൾക്കാർ ടെൻറ്റും ക്യാരവാനും ഒക്കെ ഉണ്ട് ഇവിടെ.
ഇവിടെ ഞങ്ങൾ കുറേ പജീറോയും കണ്ടു കേട്ടോ. ഒരുപാടെണ്ണം അവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം പണിത വണ്ടികളാണ്. അത് ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 3 ബ്രാങ്ക്ലറും കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ആദ്യം വന്നപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യാനൊരു നോക്കിയായിരുന്നു. പക്ഷെങ്കിൽ അന്നേരം ഇവിടെ ആരും ഇല്ലായിരുന്നു. ആകെ ഈ കിടക്കുന്ന 3 റാങ്ക്ലർ അന്നേരം ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്. റോഡ് കിടക്കുന്ന അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്കാന്ന് ഓർത്താ. അറിയത്തില്ല ഇവിടുന്നാണോ ആ റോഡ് പോകുന്നത്. ഇവിടെ തിരിഞ്ഞു കഴിയുമ്പോ അറിയായിരിക്കും. നോക്കാം. മണ്ടയിലോട്ട് പോകാൻ പറ്റുമോന്നും അല്ല. ഒരു റോഡ് കാണുന്നുണ്ട്. പക്ഷെ ഈ റോഡാണ് പറഞ്ഞത്. ഈ റോഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. 2 സൈഡും ഭയങ്കര രസമുണ്ട്. നമ്മുടെ അലൈനിലെ വഴി പോലെ ഈ റോഡാണ് ലെഫ്റ്റിലോട്ട് കിടക്കണ റോഡ്. ആടുകൾ ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടെ കൊറേ ആടുണ്ട്. സൈഡിലോട്ട് നിർത്തിയിട്ട് നമുക്ക് കയറാം. ഇതിന്റെ താഴെ നമ്മള് റോഡ് ഇവിടെ വരെ ഉള്ളു കേട്ടോ. ഇവിടെ റോഡ് എൻഡ് ചെയ്യുക. നമ്മുടെ പോകുന്ന മെയിൻ റോഡ് താഴെ കൂടെ നമുക്ക് കാണാൻ പറ്റും. പള്ളിയുടെ സൈഡിലൂടെ. അപ്പൊ നമുക്ക് ഇറങ്ങാം. നമുക്ക് ഗ്ലാസ് ഒക്കെ കണ്ടിറങ്ങാം. നല്ല വെയിലാണ്. ഇതാണ് കാസിൽ. അങ്ങോട്ടേക്ക് പോയി നോക്കാം. അകത്തേക്ക് കയറുന്ന പോലെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ സൈഡിൽ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പം ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ.
വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാലുള്ള. കണ്ടോ, ഇതാണ് താഴത്തെ മെയിൻ റോഡ്, ബീച്ച്. ഇത് പൂട്ടിയേക്കുമാണ്, നമുക്ക് കയറാൻ പറ്റത്തില്ല. ഒരു ലോക്കിട്ടവർ പൂട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന്. സ്റ്റെപ്പ് കയറി ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇത്രേ ഉള്ളൂ. ആ, ഈ ജനലിൻ്റെ അകത്തൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു വലിയ സംഭവം, പിന്നെ ഒമാൻ ഫ്ലാഗ്, അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ വ്യൂ കാണിക്കാവേ, താഴത്തേക്ക് നോക്കിയാൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഈന്തപ്പനെ ഇങ്ങനെ ഒരു പ്ലോട്ട് പോലെ തിരിച്ചിട്ട് ഓരോ പ്ലോട്ടിലും ഇങ്ങനെ ഈന്തപ്പന വെച്ച് അങ്ങനെ പിടിപ്പിച്ചിരിക്കുവാണ് താഴത്ത്. പിന്നെ അതിന് വെള്ളം ഒഴിക്കാനായിട്ടുള്ള വാട്ടർ ടാങ്ക്, അത്രേ ഉള്ളൂ ഇവിടെ ഇച്ചിരി സ്പേസിൽ. പിന്നെ അങ്ങ് കുറച്ച് വീടുകൾ കാണാം, അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല ഈ സൈഡിൽ. പിന്നെ മലകൾ, അത്രേ ഉള്ളൂ ഈ സൈഡിലത്തെ വ്യൂ. പിന്നെ അവിടെ എന്തോ പണിയൊന്നുമില്ല, അവിടെ റോഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾക്ക് ഇനി പോവാം, ഇവിടുന്ന് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് കാസിലിൽ നിന്ന് തിരിച്ചു പോവാണ്. പോകുന്ന വഴി ഇതാ താഴെ കണ്ട പ്ലോട്ട്. കുറച്ച് ആടുകൾ ഇവിടെ വെള്ളം കുടിക്കുന്നു. ഈന്തപ്പന മതിലേക്കൊക്കെ ചാരി നിൽക്കുന്നു. അല്ല, തെങ്ങൊക്കെ മതിലിൽ ചാരി നിൽക്കുന്നു. നമ്മള് തെങ്ങൊക്കെ വെട്ടിക്കളയട്ടെ. റെസ്റ്റോറന്റ് ആൻഡ് കിച്ചൺ ഇതിന്റെ ബാക്കിൽ അവിടെയായിരുന്നു. പക്ഷെ അവിടെ ചായ കാണുമെന്നൊന്നും അറിയത്തില്ല. അവിടെ ഈ ഇവിടെ കണ്ട ആ റെഡ് ബോർഡ്, അത് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആ റെഡ് ബോർഡ് നമ്മളൊരു റെസ്റ്റോറന്റ് വഴി. പക്ഷെ അവിടുന്ന് കേറാൻ പറ്റുമോ? റോഡിലേക്ക് ഇല്ല. കേറാൻ പറ്റുമോ? അപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റിന്റെ ബോർഡ് ഉണ്ട്, പക്ഷെ ഓപ്പൺ ആണോന്ന് അറിയത്തില്ല. ഇവിടെ ഇന്നലെ വരുന്നാണ്, അപ്പം ചിലപ്പം ആ കട അവധി അടച്ചിരിക്കുവാണ്. നമുക്ക് വീണ്ടും തിരിച്ചു പോകാം.
കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ അവർ വെറുതെ ഇരിക്കുന്നതാണോന്ന് അറിയത്തില്ല. ഇവിടെ ഓരോരോ ഇങ്ങനെ ചുമ്മാ നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടം കൂടി ഇരിക്കുന്ന പോലെ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നല്ല കോഫി ഉണ്ട് ഇവിടെ, ഗ്ലാസ് ഒക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇവിടെ എല്ലാവരും മത്സരിച്ച് സിഗരറ്റ് അടിച്ചോണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഞാൻ പോയി കോഫി നോക്കിയിട്ട് വരട്ടെ. അത് കണ്ടോ, അത് മരമാണ് കേട്ടോ. മരം വെട്ടി അവരിങ്ങനെ ലെവലാക്കി നിർത്തിയിരിക്കുവാണ് വളർന്നു വരാൻ വേണ്ടിയിട്ട്. ഇവിടെ അവിടെ ഒരു കോഫി ഷോപ്പ് കാണുന്നുണ്ട്, കണ്ടോ, അതൊരു കോഫി ഷോപ്പ്. പക്ഷെ അതും ക്ലോസ്ഡ് ആണെന്നാ തോന്നുന്നത്. ഇവിടെ കോഫി ഷോപ്പ് ഒത്തിരി ഉണ്ട്. പിന്നെ അത് അവിടെ ഒരു കട കാണുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നു മറ്റേ ആനിമൽ ഫീഡ്സ് കിട്ടുന്ന ഷോപ്പാന്ന് തോന്നുന്നു. പിന്നെ ഗ്രോസറീസ് ഒക്കെ ഇവിടെ അടച്ചിട്ടിരിക്കുക, പെരുന്നാളായതുകൊണ്ടായിരിക്കാം. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇതൊരു ഹെയർ കട്ടിങ് ഷോപ്പാണിത്, അതൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ അതെ ആനിമൽ ഫീഡ്സിൻ്റെ കട, അതൊന്നും തുറന്നിട്ടില്ല. കോഫി ഷോപ്പ് ഓപ്പൺ ആണ്. എന്തായാലും ചായ കിട്ടുമോ നമുക്ക് നോക്കാം. നമുക്ക് 2 ചായയും ഒരു ശുക്രാനും കിട്ടി. എനിക്കറിയത്തില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശുക്രാൻ ഞാനത് കണ്ടോണ്ട് മേടിച്ചത്. അതായത് നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ നമ്മളിങ്ങനെ ചായ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ അപ്പോൾ ഒരു ബീച്ചിൻ്റെ സൈഡിലൊരു ഷോപ്പ് തുറന്നു. അപ്പം സാധാരണ അവിടെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ മറ്റേ ഫുഡ് ട്രക്ക് പോലെ കുറേ കിടപ്പുണ്ട്. പക്ഷെ ഒരെണ്ണം മാത്രം തുറന്നു, ഒരു രാത്രി 8 മണിയൊക്കെ ആയപ്പം. അപ്പം നമ്മൾ 8 മണിയല്ല 9 മണി 9:30 അപ്പം നമ്മൾ ചായ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവർ പറഞ്ഞ് ഹോട്ട് ഡ്രിങ്ക്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്താ ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല. അപ്പം കുടിക്കാൻ പറ്റിയ സർബത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിലെ സർബത്താന്ന് വിചാരിച്ച് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളോർത്ത് ഒരു സർബത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ സർബത്ത് തന്നപ്പോഴേക്കും നമുക്ക് മറ്റേ ചുമയുടെ സിറപ്പ് ഇല്ലേ, സെയിം ആ ടേസ്റ്റ്. ഞങ്ങൾ 2 സിപ്പ് എടുത്തിട്ട് ഞങ്ങൾ അത് അതേപടി കൊണ്ടേ കളഞ്ഞു, കുടിക്കാൻ പറ്റാത്തത്രയും. നമ്മൾ സിറപ്പൊക്കെ ചുമയുടെ സിറപ്പൊക്കെ നമ്മൾ ചെറുതിലേ കുടിക്കുമ്പം അതിൻ്റെ ഒപ്പം പഞ്ചസാര കടിച്ചിട്ടല്ലേ അതിൻ്റെ ടേസ്റ്റ് പോകുന്നു, അതേ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ടേ കളഞ്ഞു. അപ്പം ഇനിയിപ്പോൾ ഇതും അതുപോലെ ആകുമോയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് കുടിച്ചു നോക്കാം. അത് ഈ ചായ കുടിക്കട്ടെ. ഈ ചായ കൊള്ളാം കേട്ടോ, പ്രതീക്ഷിച്ചതിന്റെ അത്രയും മോശമായില്ല, നല്ല ചായ, നല്ലതാ. ഇനിയിപ്പോ നമുക്ക് ശുക്രാനും കൂടെ ഒന്ന് കുടിച്ച് നോക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. അതെ, ചായ ഒന്ന് ഇതാവട്ടെ, എന്നിട്ട് ഇനി ശുക്രാൻ തണുപ്പ് പോകുന്നതിന് മുന്നേ കുടിക്കണം. ഇതാണ് നമ്മളാ ക്യാമ്പിൽ ഇരുന്നപ്പം കണ്ട പള്ളിയാണ് ഇത്. മണ്ടോഷമൊക്കെ നല്ല രസമുണ്ട്. ചന്ദ്രക്കല അകത്ത് നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് തിരിച്ചു പോവാണ്.